party powered by Joy Alucas, our strength partner Kenza TFT Steel Bars. Mamuka joined the team and then Ella Mari. Rosa ആദ്യം സംസാരിക്കണം. റോസയ്ക്ക് എന്താ പറയണ്ടേ? റോസ അമ്മ വേണ്ടല്ലോ. റോസ എന്താ പറയാനല്ലേ? മമ്മൂക്ക വേറെക്കാൾ കുറച്ച് ദിവസങ്ങൾക്ക് ഞാൻ ബ്രഹ്മയുഗം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മമ്മൂക്കയുടെ ആക്ടിങ്. മമ്മൂക്ക ശരിക്കും അങ്ങനെ ചെയ്യാണോ എന്ന് തന്നെ വെച്ചു. പക്ഷെ കുറച്ച് ഞാൻ പേടിച്ചു. പിന്നെ മമ്മൂക്ക വന്നപ്പോ ഞാൻ ആകെ എന്റെ കിളി പോയി. ഇതെന്താ അത്? അപ്പൊ മമ്മൂക്കയുടെ ആക്ടിങ് ഞാൻ തിയേറ്ററിൽ എന്റെ കൂടെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇഷ്ടപ്പെട്ടോ? എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ടെ മമ്മൂക്കയുടെ ആക്ടിങ്ങില്? അവിടെ ആക്ടിങ്ങില് മമ്മൂക്ക വരുമ്പോ ഒരു ഫൈറ്റ് ഉണ്ടല്ലോ, ആ ഫൈറ്റ് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് മമ്മൂക്ക എടുത്ത് ചോദിക്കാം. മോൾക്ക് എന്താ മമ്മൂക്ക എടുത്ത് ചോദിക്കാനുള്ളത്? എന്തെങ്കിലും ചോദ്യം ആദ്യം തന്നെ മോള് റോസമ്മ തന്നെ അങ്ങ് ചോദിച്ചോ. മമ്മൂക്ക എന്റെ ആക്ടിങ് അങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. ഞാൻ പേടിച്ചു. ഭയങ്കര ആക്ടിങ് കണ്ടിട്ട് ഇത്രയും ചെറിയ ആൾ ഇത്രയും വലിയ അഭിനയം വിനിയോഗിക്കും വിചാരിച്ചു. മമ്മൂക്ക ചത്ത പച്ചയുടെ ഈ ഒരു സക്സസ് പാർട്ടി ഇവരെല്ലാവരുടെയും മുഖത്ത് നോക്കുമ്പോൾ ഒരു സന്തോഷവും ഒരു ചിരിയും ഒരു എക്സൈറ്റ്മെന്റും ഉണ്ട്. ദാറ്റ് ഇസ് ബിക്കോസ് യു ജോയിൻഡ് ദം. എന്ത് തോന്നുന്നു? ഈ ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങി 2 ദിവസം അത് കഴിഞ്ഞു. ഇവിടെ യു ആർ ഹിയർ സെലിബ്രേറ്റിംഗ് വിത്ത് ഓൾ ഓഫ് ദം. ചത്ത പച്ച എന്ന സിനിമയുടെ ഈ ഒരു സക്സസിനെ കുറിച്ച് വാട്ട് ആർ യു ഫീലിംഗ് ടുഡേ? ഈ സിനിമയെ പറ്റി ആലോചിക്കുന്ന കാലത്ത് തന്നെ ഷൗക്കത്തിൻ്റെ അടുത്ത് ഞങ്ങളിങ്ങനെ സിനിമ എടുക്കണം, പിള്ളേര് സിനിമ പഠിച്ചു, ഒരാൾ ആക്ടിങ് പഠിച്ചു, ഒരാൾ ഡയറക്ഷൻ പഠിച്ചു, എങ്ങനെയെങ്കിലും സിനിമയിലെത്തണം. ഞാൻ പറഞ്ഞ ഷൗക്കത്തെ ഇത് അങ്ങനെ എളുപ്പത്തിൽ കയറാവുന്ന ഒരു പരിപാടിയല്ല. ഞാനൊക്കെ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുക. കാരണം ഇത് എത്തിപ്പെടുന്നതിനേക്കാൾ വലിയ പാടെ ഇവിടെ നിന്ന് പോകും. അപ്പോൾ വേണോ അല്ല, ഒരു പിള്ളേരുടെ ആഗ്രഹമല്ലേ നമുക്ക് സാധിച്ചു കൊടുക്കണ്ടേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് അവർ അറിയാത്ത പിള്ളേക്ക് ചൊറിയുമ്പോൾ അറിയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പിള്ളേർക്ക് മനസ്സിലാവും അതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എന്ന് പറഞ്ഞു. പക്ഷേ ഷൗക്കത്തിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ ഷൗക്കത്തിന് എങ്ങോട്ട് നോക്കണമെങ്കിലും അയാളെ കാണെങ്കിലും മറ്റാളെങ്ങനെയുണ്ട് ഇയാളെങ്ങനെയുണ്ട്. ഇതിപ്പോൾ എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. അവരെ വേണ്ട ഇവരെ ഇടെന്ന് പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല. നിങ്ങൾ അവരോട് പോയി ചോദിക്കുക, അവരുടെ സൗകര്യമുണ്ടോ, ഇയാൾക്ക് സൗകര്യമുണ്ടോ, അവർക്ക് സൗകര്യമുണ്ടോ എന്ന് പറഞ്ഞ് എല്ലാവരെയും പിടിച്ചോ. ആക്ടേഴ്സ്, ഈ ഡയറക്ടർ, ഞാൻ പറഞ്ഞു ഡയറക്ടർ എനിക്കറിയില്ല, കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എടുക്കുക. അങ്ങനെ ഒരുപാട് ദിവസം എനിക്ക് ഭയങ്കര ഈ സിനിമയിൽ അഭിനയിക്കുന്ന ശല്യം അല്ലാതെ ഇപ്പോഴും അതിന് മുമ്പും ഷൂട്ടിങ് നടക്കുമ്പോഴൊക്കെ ശല്യമായി. എനിക്ക് അച്ഛന് കുറച്ച് വിശ്രമം വേണ്ടി വന്നു. അപ്പം ഞാൻ ഷൗക്കത്തിനോട് പറഞ്ഞു, ഷൗക്കത്തെ ഞാൻ വേണോ, ഞാൻ വരണോ? അല്ലല്ല വരണം. അത് ഞാൻ പറഞ്ഞ് എങ്ങനെ ഇല്ലാതിരിക്കാൻ പറ്റില്ല. അല്ല, ഈ പടത്തിൻ്റെ ആദ്യം മുതലേ ഇയാളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് വന്നില്ലേ പിന്നെ ആൾക്കാർ ചോദിക്കും അയാളവിടെ പോയത്. അത് പിന്നെ എന്തുമാവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അഭിനയിക്കാൻ വന്നു. എനിക്കാണെങ്കിൽ ഗാഥയുടെ ആദ്യം ഒന്നൊക്കെ പറയണമെങ്കിൽ കുറേ സമയം എടുക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ വിശ്വസിച്ചിറങ്ങുകയാണ് മക്കളെ, എനിക്ക് ഇതിനെപ്പറ്റി വലിയ പിടിപാടൊന്നുമില്ല. അങ്ങനെ അവർ പറഞ്ഞ പോലെ കാണിച്ചു. അത്രേ ഉള്ളൂ സിനിമയിൽ. സിനിമയിൽ ഈ വോൾട്ടർ എന്ന് പറഞ്ഞ കഥാപാത്രം ഞാൻ മനസ്സിലാക്കിയത്, ഇയാള് ഈ കുട്ടികളുടെ ചെറുപ്പത്തിലെ ഹീറോയാണ്. ഇടയ്ക്കാലത്ത് അയാൾ നാട് വിട്ടു പോയിരുന്നു. കൊച്ചിക്കാരാണ് എല്ലാവരും. അയാൾ കുറെ കാലം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരുന്നത് ആ കുട്ടികളെ ഒന്ന് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. പക്ഷെ അവരന്ന് കണ്ട ആ വേഷത്തിലും രൂപത്തിലും അന്ന് ഇയാളുടെ ഇവിടുന്ന് പോയ കാലത്തുള്ള കൊച്ചി ഭാഷയൊക്കെയാണ് ഇയാൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് വന്നതിന് ശേഷം ഒരിക്കലും അവർക്ക് അവരുടെ ഐഡന്റിറ്റി പോകാതിരിക്കാൻ വേണ്ടി ആ ഭാഷ സംസാരിക്കാനും ആ രൂപം വരുത്താനും ഒക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഇപ്പൊ കൊച്ചിയിലുള്ള ഭാഷയിലല്ല അയാൾ സംസാരിക്കുന്നത്, കുറെ കാലം മുമ്പുള്ള കൊച്ചി ഭാഷയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ചിലപ്പോ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒത്തിരി കണക്ഷൻ പോയെന്ന് വരാം. പക്ഷെ അത് അങ്ങനെ കണ്ടാൽ കണക്ട് ആവും. എനിക്ക് ഈ സിനിമയിൽ അഭിനയിക്കാൻ കിട്ടിയ അവസരം എന്ന് പറയുന്നത് ഈ പിള്ളേരുടെ ആവേശവും അവരുടെ അത്യധ്വാനവും അവരുടെ ഒരു എന്താ പറയുക എനർജിയും എൻതൂസിയാസവും ഒക്കെ കണ്ടപ്പോൾ ഞാനൊക്കെ ഈ പ്രായത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ നമുക്ക് ആവേശമില്ല, എൻതൂസിയാസമില്ല, എനർജിയുമില്ല, പേടി മാത്രം ഉണ്ടായിരുന്നു. രക്ഷപ്പെടുമോ, നന്നാവോ,
ഇത് നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെയുള്ള ഭയത്തിലാണ് ഞാനൊക്കെ തുടക്കകാലത്ത് വന്നത്. പക്ഷെ ഇവര് നല്ല ആത്മവിശ്വാസത്തോടുകൂടി ഫുൾ കോൺഫിഡൻ്റ് ആയിട്ട് എന്ത് പറഞ്ഞാലും ചെയ്യാവുന്ന തരത്തിൽ ഈ റോഷൻ്റെയൊക്കെ ഇവിടെയുള്ള മസിലുകൾ ഈ കാണുന്ന പോലെയൊന്നുമില്ല, ഇത് അഴിച്ചിട്ട പേടിയാവും. അതുപോലെ ഈ ചങ്ങാതി ഈ വിശാഖം എൻ്റെ നാളാണ്. വിശാഖൊക്കെ ഈ നമ്മൾ സാധാരണ നമ്മൾ ആക്ടിങ് പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ ഒരു ക്യാരക്ടറിന് വേണ്ടി ഇത്ര എഫർട്ട് എടുത്ത് ബോഡി ബിൽഡ് ചെയ്യുന്ന പിള്ളേർ എനിക്കത് ജമ്മത്ത് പറ്റില്ല. ഞാൻ ഇപ്പോഴാണ് അത്യാവശ്യം എന്തെങ്കിലും പോയി ചെയ്തു തുടങ്ങിയത്. ഒരു 5-8 കൊല്ലം ആയിട്ടുള്ളൂ. എന്നുവെച്ചാൽ അത് ഇല്ലാതെ വഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കിയത്. പക്ഷെ പിള്ളേർ സമ്മതിക്കുന്നു. ഈ സത്യം പറഞ്ഞാൽ ഈ ഇവർ പറയുന്ന പോലെ ഞാനല്ല ഇവരുടെ എനർജി, ഇവരായിരുന്നു ഈ സിനിമയിലെ. അല്ല, ഇത് സത്യം പറയുന്നതാണല്ലോ. ഞാനതിനകത്ത് കള്ളത്തരം മരുന്നൊന്നും ചേർക്കത്തില്ല. ഇതുപോലെ നമുക്ക് ഇത്രയൊക്കെ പ്രായമായതൊക്കെ ശരിയാണ്. പക്ഷെ ഈ പിള്ളേരുമായിട്ടാണല്ലോ നമ്മളിനി അങ്ങോട്ട് മുട്ടേണ്ടത്. അപ്പോൾ ഇവന്മാർ ഊതിയാൽ നമ്മൾ പറന്നുപോയി പോയില്ലേ. അതുകൊണ്ട് അതിനുള്ള തരത്തിൽ കുറച്ചുകൂടെയൊക്കെ ഒന്ന് എനർജിയും ആവേശവും ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഇവർ എന്നെ ഈ സിനിമയിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അത് മറക്കാൻ പറ്റില്ല. കുട്ടികളൊക്കെ നന്നായിട്ടുണ്ട്. ഇവരുടെ എല്ലാ എഫർട്ടിനും ഒരുപാട് കഥ പറയാനുണ്ട് ഈ സിനിമയുടെ പുറകിൽ. അത്രത്തോളം ഈ ഷൗക്കത്തിനെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഷൗക്കത്ത് നന്ദി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, കാശൊന്നും തന്നിട്ടില്ല ഇതുവരെ. അതുപോലെ ഇതിനിടയ്ക്ക് സന്തോഷ് എൻ്റെ അടുത്ത് കണ്ടെന്ന് പറഞ്ഞത് ശരിയാട്ടോ. സന്തോഷിന്റെ ഫാദറുമായിട്ടായിരുന്നു എനിക്ക് പരിചയം. പിന്നെ പുള്ളി ഇപ്പോഴത്തെ ശബ്ദം കേൾക്കാൻ പറഞ്ഞിട്ട് കുറച്ചാളായാലും വേറെ ആരോ അയ്യൊക്കെ വേണ്ടി സംസാരിച്ചുകൊണ്ടിരുന്നത്. അന്ന് പക്ഷെ ഞാൻ പരിപാടി കാണുമായിരുന്നു. പിന്നെ ഇപ്പൊ സിനിമ ഇങ്ങനെ വിജയമാണെന്നൊക്കെയാണ് പറയുന്നത്. സത്യമല്ലേ? നമ്മളെ പടം അങ്ങനെയുണ്ട്, പുള്ളിയാണോ? സൂപ്പർ പൊളിച്ചടുക്കി. അപ്പൊ അത്രേ ഉള്ളൂ. എല്ലാവർക്കും സന്തോഷം. ഇനിയും ഞാൻ ഈ അദ്വൈത് നമ്മൾ ഓരോ ഷോട്ട് കഴിയുമ്പോൾ ഇങ്ങനെ നോക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കുള്ള ആണോ അതോ വേറെ എന്തോ ആണോ എന്നല്ല. ഹി വാസ് സോ എന്തോസിയാസ്റ്റിക്. നമ്മൾ വെച്ചിട്ട് ഒരു പടം ചെയ്യുമ്പോൾ അത്ര ഒരു കോൺഫിഡൻസും നമ്മുടെ പിന്നെ ഒന്ന് ഞാൻ ആലോചിച്ചത്, നമ്മളിനിയിപ്പോൾ ഒരു വലിയ നടനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ മുമ്പിൽ പോയി മോശമാകല്ലോ ആകരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ പറയുന്നത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. കയ്യിൽ നിന്നൊന്നും കൊണ്ടുപോയില്ല. അതിന് മാത്രമൊന്നും കിട്ടുന്നുമില്ല സിനിമയെന്ന്, അത് വേറെ കാര്യം. അപ്പൊ ഇവര് പറഞ്ഞു ചെയ്തു. അത് എന്തായാലും നല്ലതായാലും ചീത്തയായാലും എനിക്കൊരു ഉത്തരവാദിത്വമില്ല. ഇങ്ങനെയല്ലേ പരിപാടി. താങ്ക് യു നമുക്ക് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ റെസ്ലിംഗ് ആയിട്ട് വല്ല ബന്ധമുണ്ടോ? റെസ്ലിംഗ് റെസ്ലിംഗുമായിട്ടുള്ള ബന്ധമോ? അല്ല, അത് കാണാറുണ്ടായിരുന്നോ? അങ്ങനെ ബന്ധമാണെങ്കിൽ എന്റെ മൂത്തപ്പട മൂത്ത മോനാണ്. അല്ല, ഈ വോൾട്ടർ എന്ന ക്യാരക്ടർ ചെയ്യാൻ യെസ് പറഞ്ഞ കാരണം എന്താ? ഞാൻ റെസ്ലിംഗ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഇവിടെ വെറുതെ ഇങ്ങനെ പറഞ്ഞു വരുത്തുന്നല്ലേ ഉള്ളൂ പല കാര്യം. അതേ ഉള്ളൂ. അത് ഇയാളെ പഴയ അന്നത്തെ കാലത്ത് ഒരു ദാരിദ്ര്യ കാലത്തുള്ളൊരു ഫീലിംഗേ ഉള്ളൂ. ഇപ്പൊ ഒരു വലിയ റെസ്ലിംഗ് ഇതൊക്കെ കിട്ടി വൻ പരിപാടിയല്ലേ. അത്രേ ഉള്ളൂ. പോരെ? ചോദ്യം എഴുതി വെച്ചിട്ടുണ്ട്. 2023 തുടക്കത്തിൽ ഓസ്ലർ, 2024 രേഖാചിത്രം, 2025 ചത്ത പച്ച. ഈ മമ്മൂക്കെ വെച്ച് ആ വർഷം തുടങ്ങിയ ആ ചിത്രം സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആണ് എന്ന് പറഞ്ഞത് ഇപ്പൊ ഒരു വിശ്വാസമായി മാറിയെന്ന് തോന്നുന്നോ? അത് മമ്മൂക്ക മനഃപൂർവ്വം പ്ലാൻ ചെയ്യുന്നതാണോ? നമുക്കൊരു ക്യാമിയോ ചെയ്തേക്കാം. നമ്മളില്ലെങ്കിൽ നമ്മുടെ പേര് മതി അത് ഹിറ്റ് ആവാൻ. അതിപ്പോ ഇങ്ങനെ പറഞ്ഞു വരുന്നത് നല്ലതാണ്. അടുത്ത വർഷം ഒരു ക്യാമിയോ അല്ലേ? ബാബുക്കെ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇങ്ങനെ ഒരു ക്യാമിയോ ആയിട്ട് വരുമ്പോ അതുപോലെ മമ്മൂക്കയുടെ ഈ കൊച്ചി മട്ടാഞ്ചേരി ഈ ഏരിയയിൽ ഒരു ക്യാരക്ടറായിട്ട് വരുമ്പോ അതിനൊരു കൾട്ട് ഫോളോയിങ് ഉണ്ട്. അപ്പം ആ ഏരിയ ആയിട്ട് മമ്മൂക്കയ്ക്ക് കൊച്ചി മട്ടാഞ്ചേരി എന്ന് പറയുന്നത് എന്റെ ഭാര്യ മട്ടാഞ്ചേരിക്കാരി.
പിന്നെ ഞാൻ പഠിച്ച കാലത്ത് എൻ്റെ കൂടുതൽ സുഹൃത്തുക്കളും മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചിക്കാരാണ്. പിന്നെ ഫോർട്ട് കൊച്ചി വൈപ്പിൻ ആ ഭാഗത്തൊക്കെ ഞാൻ ഒരുപാട് കാലം നാടകം കളിക്കുകയും ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഭാഷ അത്യാവശ്യം നല്ല പരിചയവും. ഞങ്ങളുടെ ഒരു മട്ടാഞ്ചേരിക്കാരൻ അവിടെ ഉണ്ട്. നീ രണ്ട് വാക്കൊന്നും പറയുന്നോ? പേടിയ ടെൻഷൻ അടിച്ച് ചാവരുത്. മമ്മൂക്ക പൊളിയാണ്. ലവ് യു എന്നൊക്കെ. ലവ് യു. ലവ് യു ടു. മതിയില്ല ഡാറ്റു. ഒരേ കണ്ടന്റായോ? എന്നാ നമുക്ക് നിർത്താം. നമുക്ക് ഇനി 2026 തുടക്കം കുറിച്ചു. ചത്ത പച്ച ഹിറ്റായി. ഇനി വരാൻ പോകുന്ന ചിത്രങ്ങൾ കുറെ അധികം ഇങ്ങനെ നീണ്ട ഒരു ലിസ്റ്റാണ്. അതിൽ പേട്രിയറ്റ് ഞങ്ങൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതിൽ ഇഷാനും എവിടെ? ഇഷാൻ എവിടെ? അതിന്റെ പുറകെ എവിടെയോ ഭയങ്കര ബിസി ആക്ടറല്ലേ, കുറെ പടത്തിലായിപ്പോ അങ്ങനല്ലേ. സെറീനും ഉണ്ട്. അപ്പം അതിന്റെ ഞങ്ങൾ എന്ത് പ്രതീക്ഷിക്കാം ഈ സിനിമകളിലൊക്കെ? എങ്ങനത്തെ മമ്മൂക്കയാണ് ഇനി വരാൻ പോകുന്നത്? വോൾട്ടറിനെ കണ്ടു. ഏത് മുഖമായിരിക്കും? കുറെ മുഖം. എന്തും ചെയ്യും, അന്തം വിട്ടാൽ എന്തും ചെയ്യും. എന്തായാലും നമ്മുടെ വോൾട്ടറുടെ ഈ ഒരു ചിത്രത്തിൽ കിട്ടിയത്, അത് മമ്മൂക്ക ആ കഥാപാത്രം അഭിനയിക്കാൻ കിട്ടിയത് നമ്മുടെ ഒരു ഭാഗ്യം തന്നെയാണ്. നല്ലൊരു കഴിവെടുക്കാം. അവസാനം വല്ല വാക്ക് പറയാനോ? നീയാണല്ലോ ഇന്നത്തെ താരം. ലാസ്റ്റ് ഒന്നും